മേലടൂരിൽ വാഹനാപകടത്തിൽ വയോധികൻ മരിക്കാനിടയായ സംഭവത്തിൽ വാഹനവും വാഹനോടമയെയും തിരിച്ചറിഞ്ഞു. എരവത്തൂർ സ്വദേശി ജോമിയാണ് വയോധികനെ ഇടിച്ച ശേഷം കാർ നിർത്താതെ പോയത്. ഇയാളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. കൃഷ്ണൻ കോട്ടപ്പുഴയിൽ നിന്നും മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. ലോകമലേശ്വരം ഉഴുവത്തുകടവ് കളരിക്കൽ വീട്ടിൽ പരമു മകൻ 68 വയസ്സുള്ള അരവിന്ദാക്ഷനാണ് മരിച്ചത്. ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിൽ മാസങ്ങളായി കുടിവെള്ളമില്ല. വെള്ളം ലഭ്യമാക്കുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ വാട്ടർ അതോറിറ്റി. ശ്രീനാരായണപുരം 11-ാം വാർഡ് കോതപറമ്പ് ഭാഗത്താണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്താത്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മേലടൂരിൽ വാഹനാപകടത്തിൽ വയോധികൻ മരിക്കാനിടയായ സംഭവത്തിൽ വാഹനവും വാഹനോടമയെയും തിരിച്ചറിഞ്ഞു. എരവത്തൂർ സ്വദേശി ജോമിയാണ് വയോധികനെ ഇടിച്ച ശേഷം കാർ നിർത്താതെ പോയത്. ഇയാളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. മാള SHO സജിൻ ശശിയുടെ നേതൃത്വത്തിൽ പോലീസ് പ്രതിയുമായി അപകടം നടന്ന സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ശനിയാഴ്ചയാണ് അന്നമനട മേലടൂർ പെട്രോൾ പമ്പിന് സമീപം കാറിടിച്ച് വയോധികൻ മരിച്ചത്. കളരി റോഡ് മാണിക്കത്ത് പറമ്പിൽ കണ്ടൻ കോരൻ മകൻ കുട്ടപ്പനാണ് മരിച്ചത്. പുലർച്ചെ നടക്കാനിറങ്ങിയ സമയത്തായിരുന്നു അപകടം. കൃഷ്ണൻ കോട്ടപ്പുഴയിൽ നിന്നും മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. ലോകമലേശ്വരം ഉഴുവത്തുകടവ് കളരിക്കൽ വീട്ടിൽ പരമു മകൻ 68 വയസ്സുള്ള അരവിന്ദാക്ഷനാണ് മരിച്ചത്. ജൂലൈ 23-ന് ഇയാളെ കാണാനില്ലെന്ന് കാണിച്ച് സഹോദരൻ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. നാട്ടുകാരാണ് വെള്ളിയാഴ്ച രാവിലെ മൃതദേഹം കൃഷ്ണകോട്ടപ്പുഴയിൽ കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും എത്തി മൃതദേഹം പുറത്തെടുത്തു. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി ചളിങ്ങാട് പാലിയംചിറ റോഡ്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിലെ പാലിയംചിറ റോഡാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത്. റോഡിൽ ചെറുതും വലുതുമായ നിരവധി കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. മഴയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കുഴിയുടെ ആഴമറിയാതെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. നിരവധി വീടുകളുള്ള പ്രദേശത്തേക്ക് കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന് കുഴിയെടുത്ത ഭാഗം റിസ്റ്റോറേഷൻ നടത്തിയെങ്കിലും ഈ ഭാഗവും ഇപ്പോൾ തകർന്ന നിലയിലാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് വരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. എത്രയും പെട്ടെന്ന് കുഴികൾ നികത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിൽ മാസങ്ങളായി കുടിവെള്ളമില്ല. വെള്ളം ലഭ്യമാക്കുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ വാട്ടർ അതോറിറ്റി. ശ്രീനാരായണപുരം 11-ാം വാർഡ് കോതപറമ്പ് കിഴക്ക് ഭാഗത്താണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്താത്തത്. നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഇവിടേക്ക് വെള്ളമെത്തുന്നത്. എന്നാൽ തെക്കേ അറ്റമായതിനാൽ ഇവിടേക്ക് വെള്ളമെത്തുന്നത് ആഴ്ചയിൽ 1-2 ദിവസമാണ്. കഴിഞ്ഞ 6 മാസത്തിലധികമായി ഈ ഭാഗത്തേക്ക് തീരെ വെള്ളം എത്തുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. 700 രൂപ നൽകിയാണ് ഇവിടെയുള്ളവർ 2000 ലിറ്റർ വെള്ളം വാങ്ങുന്നത്. മഴയുള്ളപ്പോൾ മഴവെള്ളം പിടിച്ചു വെച്ചാണ് അലക്കാനും കുളിക്കാനുമെല്ലാം ഉപയോഗിക്കുന്നത്. പലതവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇലക്ഷൻ കാലത്ത് കുറച്ച് ദിവസം പഞ്ചായത്ത് ടാങ്കറിൽ വെള്ളം എത്തിച്ചെങ്കിലും പിന്നീട് ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ കുടിവെള്ളക്ഷാമം നേരിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ രൂക്ഷമായത് ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു 3 വർഷമേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വെള്ളം കിട്ടായിക തുടങ്ങിയിട്ട്. ഒരുപാട് പേർക്ക് പരാതി കൊടുത്തിട്ടും കളക്ടർക്ക് കൊടുത്ത് വാട്ടർ അതോറിറ്റിക്ക് വിളിച്ച് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു നിലപാടാണ് അവർ ഇതാവണത്. 600 രൂപ കൊടുത്താണ് പൈസയിൽ വണ്ടി വെള്ളം മേടിക്കണത്. ഒരു 1750 ലിറ്ററാണ് ഒരു വണ്ടി വെള്ളം വരുന്നത്. അത് 600 രൂപ. അതിൽ കൂടുതൽ വെള്ളം വേണമെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ പൈസ കൊടുക്കണം. പിന്നെ അത്യാവശ്യം ഒരു കിണറുണ്ട്, അവിടെ നിന്നാണ് ഇപ്പോൾ ഇത്യാവശ്യം വെള്ളം എടുക്കുന്നത്. അല്ലാത്തൊരു ബാക്കിയുള്ളവർ കുടിക്കാൻ എടുക്കുന്നത് അപ്പുറത്തെ മുനിസിപ്പാലിറ്റിയിൽ പോയിട്ടാണ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്. ഇതിന് ദൂരം പരാതി കൊടുത്തിട്ടും ഒരു നടപടിയില്ല. വിളിക്കുമ്പോൾ അവർ പറയണത് റോഡ് പണിയാണ്, അവിടെ പൊട്ടി പൈപ്പ്, ഇവിടെ പൊട്ടി പൈപ്പ്, ആ രീതിയിലാണ് അവർ വർത്തമാനം പറയുന്നത്. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ റോഡ് പണി മുനിസിപ്പാലിറ്റിയിലും പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. അവിടെ ഒന്നും ഇതേപോലെ പൈപ്പ് പൊട്ടലോ കുടിവെള്ളക്ഷാമോ ഒന്നും നേരിട്ടിട്ടില്ല. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പണി ആരംഭിച്ചതോടെ ഈ ഭാഗത്തേക്കുള്ള പൈപ്പ് മുറിച്ചു മാറ്റിയതാണ് വെള്ളമെത്താത്തതിന് കാരണമെന്നാണ്
വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. പകരം പൈപ്പിട്ട് വെള്ളമെത്തിക്കാൻ ഇതുവരെ വാട്ടർ അതോറിറ്റി തയ്യാറായിട്ടില്ല. അതേസമയം ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെന്നും E.T. ടൈസൺ MLA പറഞ്ഞു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മുനമ്പത്തെ സ്റ്റേ നീക്കാത്തതിൽ പ്രതിഷേധം. മുനമ്പത്ത് പെട്രോൾ പമ്പ് ഉടമയായ സ്വകാര്യ വ്യക്തി 2022 ജൂൺ 20 അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ഉത്തരവ് വാങ്ങി. 2 വർഷമായിട്ടും പ്രസ്തുത തടസ്സം നീക്കാൻ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ ഇടപെടാത്തത് ഗൗരവകരമായ അനാസ്ഥയാണെന്ന് അഴീക്കോട് മുനമ്പം പാലം സമരസമിതി അഭിപ്രായപ്പെട്ടു. ഹർജിക്കാരന്റെ ഭൂമി പുറമ്പോക്കാണെന്ന് ലാൻഡ് അക്വിസിഷൻ തഹസിൽദാരുടെ റിപ്പോർട്ട് കോടതിയിൽ തെളിയിച്ചാൽ സ്റ്റേ നീക്കം ചെയ്യാൻ കഴിയുമെന്നിരിക്കെ ഇത്തരം ഒരു നീക്കവും നടത്താതെ സ്റ്റേ തുടരാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന നടപടി ദുരൂഹമാണെന്നും സമരസമിതി കുറ്റപ്പെടുത്തി. സ്റ്റേ നിലനിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്കുണ്ട്. അഴീക്കോട് മുനമ്പം ഫെറിയിൽ ഫിറ്റ്നസ് ഇല്ലാതെ ബോട്ട് സർവീസ് നടത്തുകയും ഒടുവിൽ അതിന്റെ പേരിൽ സർവീസ് നിർത്തിവെക്കുകയും ചെയ്തിട്ട് ഒരാഴ്ചയായി. സുരക്ഷിതമായി ഫെറി സർവീസ് പുനരാരംഭിക്കാൻ ജില്ലാ പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ യാത്രാ ദുരന്തം പരിഹരിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. ഈ വിഷയങ്ങൾ ഉന്നയിച്ച് അഴീക്കോട് ജെട്ടിയിൽ പാലം സമരസമിതി നടത്തിയ ധർണ ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റ് ദേശീയ വൈസ് പ്രസിഡന്റ് CC സാജൻ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് PA സീതി, EK സോമൻ, KM മുഹമ്മദ് ഉണ്ണി, CA റഷീദ്, PA കരുണാകരൻ, PM ലിയാക്കത്ത്, EA ഹൗവ, VA നാസർ, UM അബ്ദുള്ളക്കുട്ടി, NA അഹമ്മദ് സാലിഫ്, NS ഷഹാബ്, KT സുബ്രഹ്മണ്യൻ, അബ്ദുൽ കരീം TK, VK അബ്ദുൾ മജീദ്, ഡോക്ടർ KK നസീർ, റഷീദ് പടിയത്ത്, EK ദാസൻ, AB മൊയ്തീൻ, ഹനീഫ കടമ്പോട്ട്, PK റഹീം, കുഞ്ഞു മുഹമ്മദ് കണ്ണാങ്കുളം തുടങ്ങിയവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. ചാലക്കുടി പരന്തുംപാറയിൽ കാട്ടാനക്കൂട്ടം ഭീതി പരത്തുന്നു. 2 കൂട്ടമായി എത്തിയ 30-ൽ പരം കാട്ടാനക്കൂട്ടമാണ് പ്രദേശത്ത് ഭീതി പരത്തുന്നത്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിന്റെ കീഴിൽ വരുന്ന മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷൻ അതിർത്തിയിലാണ് പരന്തുംപാറയിലാണ് കാട്ടാനക്കൂട്ടം വിരഹിക്കുന്നത്. മുപ്ലിയം എസ്റ്റേറ്റിന്റെ ഗേറ്റ് കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം തകർത്തിരുന്നു. തേക്കാട്ടി വീട്ടിൽ ജോണിന്റെ പറമ്പിലെ 30ഓളം റബ്ബർ മരങ്ങളും ആനക്കൂട്ടം മറിച്ചിട്ടു. ഇഞ്ചക്കുണ്ട് ഭാഗത്തേക്കും ആനക്കൂട്ടം നീങ്ങിത്തുടങ്ങിയതോടെ ജനങ്ങൾ ഭീതിയിലാണ്. കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണയിൽ രാജ്യം. മാള സ്നേഹഗിരി ഹോളി ചൈൽഡ് CMHSS സ്കൂളിൽ കാർഗിൽ ദിനാഘോഷം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ ദേശസ്നേഹം വളർത്തുന്നതിനും രാജ്യത്തിനു വേണ്ടി ജീവൻ ഹോമിച്ച ധീരജവാന്മാർക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നതിനും നാടിനു വേണ്ടി സേവനം ചെയ്ത രക്ഷിതാക്കളായ ജവാന്മാരെ ആദരിക്കുന്നതിനുമായി നടന്ന യോഗം മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ അപ്പനായാലും അപ്പന്മാരായാലും കഴിഞ്ഞ കാലങ്ങളിൽ നാടിനു വേണ്ടി പോരാടി യുദ്ധം നടത്തിക്കൊണ്ട് നമ്മളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ വളർന്നു വരുന്ന തലമുറകളാണ്. ആ കഴിഞ്ഞ തലമുറകളിലേക്ക് എത്രയോ ത്യാഗോപരമായ കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരു പക്ഷേ തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. നമ്മളുടെ മുത്തശ്ശിമാരോ മുത്തശ്ശന്മാരോ അപ്പന്മാരോ പറഞ്ഞു തരുന്ന കഥകളാണ് നമ്മളുടെ മനസ്സിലുള്ളത്. അതിലപ്പുറം നമ്മൾക്ക് കൂടുതൽ അറിവുകൾ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വായനയിലൂടെ ആയിരിക്കണം. നമ്മളെ കാർഗിക യുദ്ധം ഇവിടെ നേരത്തെ സിസ്റ്റർ നമ്മളെ ഓർപ്പിച്ചു. ആ കാലങ്ങളിലൊക്കെ നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ SHO BV അരുൺകുമാർ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ ലീഡർ സാവിയോ AS, അസിസ്റ്റന്റ് ലീഡർ ഫെമിൻ EF, രക്ഷിതാക്കളും ജവാന്മാരുമായി എത്തിയ ജോർജ്, കുഞ്ഞവറ ആന്റണി, VA സുധാകരൻ, ചന്ദ്രബോസ്, സജി KP എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു. PTA പ്രസിഡന്റ് ബിനു കാളിയാടൻ മെമ്മന്റോ നൽകി ആദരിച്ചു. സീഡ് ക്ലബ് അംഗങ്ങൾ, സ്കൗട്ട് ഗൈഡ്, റെഡ് ക്രോസ് വിഭാഗവും പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 25ാം വാർഷിക ദിനമായ ഇന്ന് കൊടുങ്ങല്ലൂരിൽ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ
25ാമത് കാർഗിൽ വിജയ് ദിവസ് വിവിധ പരിപാടികളോടെ ആചരിച്ചു. യുദ്ധസ്മാരകത്തിൽ റീത്ത് സമർപ്പണം, പുഷ്പാർച്ചന എന്നിവ നടത്തി. സംഘടനാ പ്രസിഡന്റ് ശശീന്ദ്രൻ ചെറുളിൽ നേതൃത്വം നൽകി. പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കുട്ടികൾക്ക് സൈനികരെ അറിയുക എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. കാർഗിൽ പോരാളികളെയും മികച്ച കേഡറ്റുകളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. NCC അധ്യാപിക സന്ധ്യ വിശിഷ്ടാതിഥിയായി. ക്യാപ്റ്റൻ വിശ്വനാഥൻ, മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ ഗോപാലകൃഷ്ണൻ, വാറണ്ട് ഓഫീസർ ശ്രീനിവാസൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. KC ബാലകൃഷ്ണൻ കോർഡിനേറ്ററായിരുന്നു. തീരദേശ പാത നിർമ്മാണത്തിന്റെ ഭാഗമായി എറിയാട് പഞ്ചായത്ത് ഓഫീസ് മാറ്റാൻ തീരുമാനം. നിലവിൽ പേബസാർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഓഫീസ് താൽക്കാലികമായി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റും. പിന്നീട് കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലുള്ള പഞ്ചായത്ത് വക ഭൂമിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കും. തീരദേശ പാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ പറഞ്ഞു. ഓരോ ജലാശയത്തിന് സമീപവും ജലരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ടെന്നും അതിനായി മുന്നോട്ട് വരുന്നവർക്ക് എല്ലാവിധ സഹകരണവും നൽകുമെന്നും E.T. ടൈസൺ MLA പറഞ്ഞു. ലോക ജലമരണ ലഘൂകരണ ദിനത്തിൽ പൊതുകുളങ്ങൾ കേന്ദ്രീകരിച്ച് IRWവിന്റെ ആഭിമുഖ്യത്തിൽ കേരള വ്യാപകമായി വാട്ടർ ഡിവൈസ് കോർണർ സ്ഥാപിക്കുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം ശ്രീനാരായണപുരം ക്ഷേത്രകുളത്തിന് സമീപം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ IRW ജില്ലാ ലീഡർ OM നിയാസ് അധ്യക്ഷത വഹിച്ചു. SN പുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, വാർഡ് മെമ്പർ ജിബി മോൾ, ദേവസ്വം ഭാരവാഹി TK രമേഷ് ബാബു, MS മോഹൻദാസ്, MB ഫസൽ, അബ്ബാസ് മാള എന്നിവർ സംസാരിച്ചു. PA നിസാർ ജലരക്ഷാ ഉപകരണങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ നടത്തി. സുരക്ഷിതമായ മത്സ്യബന്ധന രീതികൾ അവലംബിക്കുന്നതിനും അതുവഴി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലും ജീവനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കൊച്ചി എയർ എൻക്ലേവിന്റെയും ഫിഷറി സ്റ്റേഷൻ അഴീക്കോടിന്റെയും നേതൃത്വത്തിൽ അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വെച്ച് മത്സ്യത്തൊഴിലാളികൾക്കായി കടലിൽ വെച്ച് അപകടങ്ങൾ ഉണ്ടായാൽ എങ്ങനെ നേരിടാം എന്ന വിഷയത്തിൽ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടത്തി. കാലാവസ്ഥ മുന്നറിയിപ്പുകൾ എല്ലാ മത്സ്യബന്ധന തൊഴിലാളികളും കൃത്യമായി മനസ്സിലാക്കണമെന്നും പാലിക്കണമെന്നും യോഗത്തിൽ അറിയിച്ചു. എല്ലാ മത്സ്യബന്ധന യാനങ്ങളും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കണമെന്നും അത് യാന ഉടമകൾ ഉറപ്പുവരുത്തണമെന്നും എല്ലാ മത്സ്യത്തൊഴിലാളികളും ആധാർ കാർഡ് കൈവശം സൂക്ഷിക്കേണ്ടതാണെന്നും യോഗത്തിൽ മത്സ്യത്തൊഴിലാളികളോട് ആവശ്യപ്പെട്ടു. കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഉദ്ഘാടനവും കമാനത്തിന്റെ സമർപ്പണവും നടന്നു. പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രയാസം നേരിടുന്ന വിദ്യാലയത്തിലെ കുട്ടികൾക്ക് വർഷം മുഴുവൻ അവ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഹൃദയപൂർവ്വം. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഭൗതിക സാഹചര്യങ്ങളിൽ പോലുമല്ലാത്ത അവസ്ഥയിൽ പഠിച്ചുപോയി ഉന്നതമായിട്ടുള്ള മേഖലകളിൽ അവരുടേതായിട്ടുള്ള ജോലി നിർവഹണത്തിനിടയിൽ താൻ പഠിച്ചു പോയിട്ടുള്ള അവർ പഠിച്ചു പോയിട്ടുള്ള സ്കൂളിനെ മറക്കാതെ അവരുടെ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങളെക്കാൾ വലുതായി നമ്മുടെ മക്കൾ വളരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇത്തരമൊരു പ്രവർത്തനങ്ങളുടെ നടന്നത്. അവിടെയാണ് ഒരു നല്ല മനസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാതൃകയാണ്. ഞങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവർത്തികളും നിങ്ങൾക്ക് മാതൃകയാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് അധ്യക്ഷത വഹിച്ചു. ബേബി ബിനീത പദ്ധതി വിശദീകരണം നടത്തി. HM ഇൻചാർജ് C തുഷാര, മുൻ പ്രധാന അധ്യാപിക സരസു, PTA പ്രസിഡന്റ് ബിനു രാജ്, KK രജനി, MN ഷൺമുഖൻ, TL സന്തോഷ്, BB ശ്രീനാഥ്, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. കേരളത്തെ അവഗണിച്ചുകൊണ്ടുള്ള കേന്ദ്ര ബജറ്റിനെതിരെ മാളയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ധനമന്ത്രിക്ക് കേരളത്തിന്റെ ഭൂപടം ഉൾപ്പെടുന്ന പ്രതിഷേധ കത്തയച്ചുകൊണ്ട് പ്രതിഷേധ പ്രതീകാത്മക സമരം നടത്തി. ഇതിന്റെ ഭാഗമായാണ് മാള യൂത്ത് കോൺഗ്രസ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അബി പ്രസാദ് സമരത്തിന് നേതൃത്വം നൽകി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സോയ് കോലഞ്ചേരി, ജിനേഷ് PR, ഷിൻഡോ എടാട്ടുകാരൻ, അജി കാവനാട്, സ്റ്റീഫൻ എടാട്ടുകാരൻ,
സനൽ അതിയാരത്ത്, DD ബിനോ എന്നിവർ സംസാരിച്ചു. മേലടൂർ ഗവൺമെന്റ് LP സ്കൂളിലേക്ക് അന്നമനട ഗ്രാമപഞ്ചായത്ത് നൽകുന്ന സ്മാർട്ട് ക്ലാസ് റൂമിന്റെയും കിഡ്സ് ജിമ്മിന്റെയും ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്കുമെല്ലാം ശക്തി നിലയിൽക്കൊണ്ട് എക്കാലത്തും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സ്കൂളിനൊപ്പമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സ്മാർട്ട് ക്ലാസ് റൂം എന്ന് തന്നെ നമുക്ക് പറയാം. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഞാൻ പഠിച്ചൊരു സ്കൂളാണ്. ഒരുപാട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഞാൻ പഠിച്ചൊരു സ്കൂളിൽ ഇതിൻ്റെ ഓരോ പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയുന്നത് ഏറെ സന്തോഷവും അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. വാർഡ് മെമ്പർ സുനിത സജീവൻ അധ്യക്ഷത വഹിച്ചു. മഞ്ജു സതീശൻ, CK ഷിജു, PTA പ്രസിഡന്റ് AA ധനേഷ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് TK ഷാനി, BV ശശി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മേലടൂരിൽ വാഹനാപകടത്തിൽ വയോധികൻ മരിക്കാനിടയായ സംഭവത്തിൽ വാഹനവും വാഹനോടമയെയും തിരിച്ചറിഞ്ഞു. എരവത്തൂർ സ്വദേശി ജോമിയാണ് വയോധികനെ ഇടിച്ച ശേഷം കാർ നിർത്താതെ പോയത്. ഇയാളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. കൃഷ്ണൻ കോട്ടപ്പുഴയിൽ നിന്നും മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. ലോകമലേശ്വരം ഉഴുവത്ത് കടവ് കളരിക്കൽ വീട്ടിൽ പരമു മകൻ 68 വയസ്സുള്ള അരവിന്ദാക്ഷനാണ് മരിച്ചത്. ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിൽ മാസങ്ങളായി കുടിവെള്ളമില്ല. വെള്ളം ലഭ്യമാക്കുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ വാട്ടർ അതോറിറ്റി. ശ്രീനാരായണപുരം 11ാം വാർഡ് കോതപറമ്പ് ഭാഗത്താണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്താത്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.